സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഏറെ വർഷങ്ങളോളം ഈ രൂപതയിൽ സ്തുത്യർഹമായ സേവനം ചെയ്ത ഒരുപക്ഷെ എല്ലാ അച്ഛന്മാരും ഒരുപോലെ സ്നേഹിച്ച് ബഹുമാനിക്കുന്ന നല്ല ഒരു വൈദികനായിട്ടാണ് കർണാത്തച്ഛനെ പറയുക. പ്രത്യേകിച്ചും അദ്ദേഹത്തെ സ്നേഹിക്കാനായിട്ടുള്ള കാരണം തൻ്റെ ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടിൽ അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. വൈദികനായ കാലഘട്ടം മുതൽ പ്രത്യേകിച്ചും പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ഏറ്റവും പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളിലെ കഷ്ടപ്പെടുന്ന ജനങ്ങളെ അവരുദ്ധരിക്കാൻ വേണ്ടി അവരെ മാനസികമായിട്ട്, ശാരീരികമായിട്ട്, ബുദ്ധിപരമായിട്ട്, സാമ്പത്തികമായിട്ട്, ആധ്യാത്മികമായിട്ട്, സാമൂഹികമായിട്ട് എല്ലാ തലങ്ങളിലും അവരെ ഉദ്ധരിക്കാൻ വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു ശ്രേഷ്ഠ പുരോഹിതനാണ് ബഹുമാനപ്പെട്ട ജോർജ് കണ്ണത്തച്ഛൻ. വാതിൽ തുറക്കുമെന്നൊന്നു പട്ടാങ്ങമായിട്ടൊന്നതോർത്തുകൊണ്ടേ താവകാനുഗ്രഹദ്വാരത്തിൽ മുട്ടുമി പാവത്തിനെ കുകിങ്ങുൾ പ്രവേശം പൊയ്ക്കൊള്ളുക പെൺകുഞ്ഞേ ദുഃഖം വെടിഞ്ഞു ഉൾക്കൊണ്ട വിശ്വാസം കാത്തു നിന്നെ അപ്പോൾ പാതകം ചെയ്തതിനൊക്കെയും ഈ പശ്ചാത്താപമേ പ്രായശ്ചിത്തം.
ആ ശരണർക്ക് ദൈവം തന്നെ തുണ. ലക്ഷ്മി, ഇനി ഒന്നും ആലോചിക്കാനില്ല. വരൂ, നമുക്ക് പോകാം. ഇത് വെറും സിനിമാ ദൃശ്യങ്ങളല്ല. വറീദ് എന്ന കൊച്ചുബാലനെ ഫാദർ ജോർജ് കണ്ണാത്താക്കി മാറ്റിയ ദൃശ്യാനുഭവങ്ങൾ. കേവലം കൗമാര കൗതുകങ്ങളുമായാണ് വറീദ് തൃശൂർ നഗരത്തിലെത്തിയത്, വേദോപദേശ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക്. അതിനിടയിൽ ചങ്ങാതിയുമൊത്ത് 2 സിനിമകൾ, നവലോകവും ജീവിത നൗകയും. നേരം പോക്കെന്ന് കരുതിയ സിനിമകൾ വറീദിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. തൻ്റെ ഈ ജീവിതം മറ്റുള്ളവർക്ക് കൂടി പ്രയോജനമുള്ളതാവണം. സിനിമ കണ്ടിറങ്ങിയ രാത്രി റെയിൽവേ സ്റ്റേഷനിലും പുത്തൻപള്ളിയുടെ നടയിലുമായി ചിന്താവിവശനായി കഴിച്ചുകൂട്ടി. പ്രഭാതം പുതിയ തീരുമാനത്തിലേക്ക് ഉണർന്നു. വറീദ് തീരുമാനിച്ചു, ഒരു വൈദികനാവണം. ഒരു സിനിമയുടെ ക്രിയാത്മകമായ ഇടപെടൽ. വറീദ് എന്ന കൊച്ചുബാലനെ ഫാദർ ജോർജ് കണ്ണാത്താക്കി മാറ്റി. ലോകത്തിൻ്റെ പ്രകാശമായി മാറാൻ ഒരു വൈദികൻ. ഞാൻ പഠനം പൂർത്തിയാക്കി ഒരു കൊല്ലം നടക്കുമ്പോഴാണ് ഒരു വേദോപദേശ പരീക്ഷയ്ക്ക് വേണ്ടി തൃശ്ശൂർ വന്നപ്പോൾ അവിടെ പരീക്ഷ കഴിഞ്ഞ് അന്ന് രാത്രി വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിൽ ഒരു കൂട്ടുകാരനുമായിട്ട് തൃശ്ശൂർ തങ്ങിയപ്പോൾ അവൻ്റെ അഭിപ്രായപ്രകാരം കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ നമുക്ക് സിനിമ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് 2 തിയേറ്ററിൽ സിനിമ കണ്ടു. ആ സിനിമയിൽ പരോപകാരം ചെയ്യുന്നവർക്കെല്ലാം നല്ലതേ വരൂ എന്നുള്ള ആ ഒരു ആശയം ആ സിനിമ കണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഒരു വൈദികനാകണം, അതാണ് സേവനത്തിന് നല്ലതെന്ന് ആ സിനിമാ തിയേറ്ററിൽ തോന്നി. അത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ കൂട്ടുകാരൻ കഴിവ് മിടുക്കനായിട്ടുള്ള ഒരാളാണ്, നമുക്ക് പുത്തമ്പള്ളിയിൽ ചെന്ന് കിടക്കാം, അല്ലെങ്കിൽ അവിടെ ഇരിക്കാം. അപ്പോൾ അവിടെ പോലീസുകാർ വരും എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ആ പുത്തമ്പള്ളിയുടെ മുന്നിൽ പുലർച്ചെ വരെ ഇരുന്ന് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാണുന്നത് അങ്ങനെ പോയപ്പോൾ ആ കൂട്ടുകാരനൊരു സൂത്രം ഉണ്ടായിരുന്നു. നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ജോലിയില്ലാതെ കണ്ട് എത്ര നാളിരിക്കും, നമുക്ക് കള്ളവണ്ടി കയറി പോയാൽ മദ്രാസിലോ എവിടെയെങ്കിലും വല്ല ചായപ്പീടിയിലോ ഹോട്ടലൊക്കെ നിന്ന് കുറേശ്ശെ ജോലിയാക്കാം. അപ്പോൾ ഞാൻ അവനെ പിടിച്ചിറക്കിക്കൊണ്ട് പറഞ്ഞു, ഞാനില്ല, എൻ്റെ അമ്മ ഒപ്പനില്ല, അപ്പം മരിച്ചിട്ട് കൊല്ലങ്ങളായി, അമ്മ കരഞ്ഞു ചാവും. അപ്പോൾ ഞാൻ ഇറങ്ങി, അവൻ വീട്ടിലേക്കും ഞാൻ എൻ്റെ അമ്മായി ഒരു സഹോദരിയുടെ മഠത്തിൽ ചെന്നു ആ ആശയം പറഞ്ഞു. അങ്ങനെ തുടർന്ന് വീട്ടിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഞാൻ അച്ഛനായി. പ്രഥമ വികാരിയായി നിയമനം ലഭിക്കുന്നത് നെടുപുഴയിലാണെങ്കിലും കൂർക്കഞ്ചേരിയിലെ താൽക്കാലിക പള്ളിയുടെ ചുമതലയും അച്ഛനായിരുന്നു. പിന്നീട് കൂർക്കഞ്ചേരി പള്ളിയുടെ ചുമതല മാത്രമായി. അതോടെ പള്ളിപണി കൂടുതൽ ത്വരിതഗതിയിലായി. ക്രമേണ 1963 കൂർക്കഞ്ചേരി സ്വതന്ത്ര ഇടവകയായി പരിണമിച്ചു. ഇത് കൂർക്കഞ്ചേരി നിർമ്മലപുരമായ ചരിത്രം കൂടിയാണ്.
അങ്ങനെ പുത്തമ്പള്ളിയിൽ അസ്ഥന്തിയായി വന്നപ്പോൾ ഒരു പ്രത്യേക നിയോഗം തോന്നി. ഈ പ്രദേശത്ത് പള്ളികളില്ലാത്ത പ്രദേശങ്ങളാണ് 300-400 വീടുകളുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ. അപ്പോൾ ഒരു എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ പരിശ്രമിച്ചാൽ ആ പ്രദേശത്ത് പള്ളികൾ ഉണ്ടാക്കാം. ആ ആവേശത്തോടു കൂടി ആദ്യം പൂങ്കുന്നത്ത് ചെന്നു, ഒരു സ്ഥലം വാങ്ങിച്ചു, അവിടെ പള്ളി തുടങ്ങി. പിന്നെ വന്നത് നിർമ്മലപുരത്തേക്കാണ്. ഇവിടെ വളരെയധികം ആവേശം. അവർ പറഞ്ഞു, ഒരു അച്ഛൻ പോലും ഞങ്ങൾ വീടുകളിൽ വന്നിട്ടില്ല, അച്ഛൻ എന്ത് തന്നെ വന്നാലും ഞങ്ങൾ സഹകരിക്കാം. അങ്ങനെ എല്ലാവരും സഹകരിക്കുന്നതിൻ്റെ പേരിൽ ഈ സ്ഥലം വാങ്ങിച്ച് പള്ളിപ്പണി തുടങ്ങാനായി. അന്ന് വളരെ ശക്തിയുക്തം ഇടവക്കാരെല്ലാവരും, അതുപോലെ തന്നെ വളരെ താല്പര്യപൂർവ്വം ആവേശപൂർവ്വം ഒരു കമ്മിറ്റി എടുത്ത് എന്നും പിരിവിന് പോയിട്ടും പിരിവ് തന്നിട്ടും ശവക്കോട്ടയുടെ കേസ് വരുമ്പോൾ പോയിട്ടും ആ കമ്മിറ്റിയും ഇടവക്കാരും ഒന്നായി നിന്ന് ഒരു ഷെഡ് പള്ളി തുടങ്ങി. അതിൽ കുർബാനയും മറ്റും തുടങ്ങി. അത് കഴിഞ്ഞ് വലിയ പള്ളി പണിയാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ അങ്ങനെ വാതിലടച്ചപ്പോൾ ബെല്ലടിക്കണ കേട്ടു. ബെല്ലടിച്ചപ്പോൾ ഞാൻ ആരാന്ന് വന്ന് നോക്കിയപ്പോൾ ഒരു കൊച്ചച്ഛൻ 3-4 ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അച്ഛനെ അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തമ്പള്ളിയിൽ നിന്നാണ് വരണേ. അപ്പോൾ ഇവിടെ പള്ളി പണിയാൻ ഒരു സ്ഥലം അന്വേഷിച്ച ഒരാൾ നടക്കണ്ടല്ലോ പറഞ്ഞേ. ആൾ ഇവിടെ ഇല്ല, ആളിങ്ങനെ ജോലിക്ക് കമ്പനിയിൽ പോയി എടുക്കണം, ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. കൊക്കാല പോയി ആളെ കാണാൻ അങ്ങനെ അച്ഛൻ അവിടെ പോയി അങ്ങനെയാണ് അതിൻ്റെ ആരംഭം തുടങ്ങിയത്. അങ്ങനെ സ്ഥലം വാങ്ങിച്ച് അടുത്ത് തന്നെ ഇവിടെ ഷെഡ് പണിതു. ഷെഡിലാണ് അച്ഛൻ ആദ്യം കുർബാന ചൊല്ലിയത്. ഏറെ ഐതിഹാസികമായിരുന്നു കൂർക്കഞ്ചേരിയിലെ സേവനങ്ങൾ. പള്ളിയോട് ചേർന്ന് ഒരു സിമിത്തേരി നിർമ്മിക്കാൻ ഏറെ പ്രയാസപ്പെടേണ്ടി വന്നു. പലതരം എതിർപ്പുകളും നേരിടേണ്ടി വന്നു. എങ്കിലും അച്ഛൻ നിശ്ചയദാർഢ്യത്തോടെ അതിനെയെല്ലാം നേരിട്ടു. സിമിത്തേരി പണിയുമായി സധൈര്യം മുന്നോട്ടുപോയി. ഇക്കാര്യത്തിൽ അച്ഛൻ്റെ എടുത്തുചാട്ടം തൃശ്ശൂർ അതിരൂപതയിൽ വളരെ പ്രസിദ്ധമാണ്. ഈ ഇടവകയിൽ ഏറ്റവും വിവാദമായിട്ടുള്ളൊരു പ്രശ്നമാണ് സിമിത്തേരി പ്രശ്നം. തൊട്ടടുത്തുള്ളൊരു മരക്കമ്പനിക്കാരനുമായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ പേരിൽ വളരെ രൂക്ഷമായ പ്രശ്നങ്ങളും ഉണ്ടാവുകയും അത് നിയമപരമായി നേരിട്ട് അതിന് എല്ലാവിധ അംഗീകാരങ്ങളും മേടിച്ച് തന്നതിന് ശേഷമാണ് അച്ഛൻ ഈ ഇടവകയോട് വിട പറഞ്ഞത്. അച്ഛൻ്റെ നിസ്തുലമായ സേവനത്തിൻ്റെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് ഇന്ന് കാണുന്ന ഈ ദേവാലയം. അച്ഛൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്ന് പറയുന്ന ഈ മലമുകളിൽ ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വൈദികനാണ്. സാധാരണ സുഖസൗകര്യങ്ങളൊക്കെ ത്യജിച്ച് നടന്ന് എന്തോരം ഒരു ഒട്ടിയ ബാഗം കൊണ്ട് നടന്ന് എല്ലാവരുടെ മുമ്പിലും ചെന്ന് കൈ നീട്ടിക്കൊണ്ടാണ് ഈ ദേവാലയം, ഈ മനോഹരമായ ദേവാലയം. പക്ഷെ അച്ഛൻ പണിത പല പള്ളികളും ഇന്ന് പൊളിച്ച് പുതിയ പള്ളികളായിട്ട് പണി കഴിഞ്ഞു. പക്ഷേ ഇന്ന് അച്ഛൻ ആരംഭത്തിൽ പണിത ദേവാലയം ഇന്നും ഞങ്ങൾ ഈ നിർമ്മലപുര ഇടവകക്കാർ പൊളിക്കാതെ കണ്ട് അതിൻ്റെ മനോഹാരിതയിൽ ഞങ്ങൾ പരിപാലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ 10,000 ചിലാണ് വീട്ടുകാരുണ്ടായിരുന്നു. ഇപ്പോൾ 2 ഇടവകകൾ ഞങ്ങൾ മാറിപ്പോയി. പനമുക്ക്, വടൂക്കര ഇടവകകൾ മാറി. പക്ഷെ അവരൊക്കെ വലുതായി. എന്നിരുന്നാലും തള്ളപ്പള്ളി ഇപ്പോഴും ആ അച്ഛൻ പണിതിട്ടുള്ള ആ പള്ളി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ ഇടവക സമൂഹം ഇന്നും പരിപാലിച്ചു കൊണ്ട് നടക്കുകയാണ്. അച്ഛനെ എന്നെ സംബന്ധിച്ച് പറയുന്നത് വെച്ചാൽ അച്ഛൻ എൻ്റെ ഒരു അപ്പൻ്റെ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തൊരു ആവശ്യത്തിനും നമ്മൾ അച്ഛനെ വിളിക്കുകയാണെങ്കിലും എന്തൊരു ആവശ്യം നമ്മുടെ എൻ്റെ കുടുംബത്തൊക്കെ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും അച്ഛൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ച് പറയും, എന്താണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ഒരു വൈദികനാണ്. ഈ ഇടവകാരനെ സംബന്ധിച്ച് ഒരു നിലയ്ക്കും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു വൈദികനാണ് ജോർജ് കണ്ണാത്തച്ഛൻ. അപ്പോഴാണ് ശവം വയ്ക്കാൻ സാധിക്കും, വിരോധമുണ്ടാവില്ല എന്ന പേരിൽ ശവം വയ്ക്കാനായിട്ട് ആദ്യം 2-3 ശവം ആരോടും ചോദിച്ചാലും അതിന് പ്രത്യേക നിയമമൊന്നും വേണ്ട, അത്ര അകലാണ്. അതിന് തുടങ്ങി 4 ശവം വെച്ചപ്പോൾ അതൊരു തടസ്സമാണ്, അനുവാദമില്ലാത്തത്. അതിന് കളക്ടറേറ്റിൽ നിന്ന് ഒരു നിയമ തടസ്സം, ഒരു സ്റ്റേ വന്നു. അപ്പോൾ ആ സ്റ്റേ ഞാൻ കയ്യിൽ സ്വീകരിച്ചു. പിന്നെ പള്ളിപ്പണി കഴിഞ്ഞ് ശവക്കോട്ടയ്ക്ക് നിയമപ്രകാരം
തിരുവനന്തപുരത്ത് പോയി അനുവാദം വാങ്ങിച്ച് ആ പള്ളിപ്പണി കഴിഞ്ഞൊരു കൊല്ലം കഴിഞ്ഞപ്പോൾ ശവം വെച്ചു. ആ ശവം വെച്ച് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ മാറ്റം കിട്ടി. ഒടുവിൽ 4 വർഷത്തെ നിയമയുദ്ധത്തിനു ശേഷം 1965 ഓശാന ഞായറാഴ്ച മാർ ജോർജ് ആലപ്പാട്ട് മെത്രാൻ സിമിത്തേരി വെഞ്ചരിച്ചു. അംഗീകാരം ലഭിച്ച സിമിത്തേരിയിൽ ആദ്യം അടക്കം ചെയ്തത് ഒരു കുഞ്ഞിൻ്റെ മൃതശരീരമായിരുന്നു. കൂർക്കഞ്ചേരി നിർമ്മലപുരമായ ചരിത്രം അത്ര നിസ്സാരമല്ല. എങ്കിൽ കൂടി കണ്ണാത്തച്ഛൻ്റെ ദൈവവിശ്വാസം അതെല്ലാം നല്ലതിനായി പരിണമിപ്പിച്ചു. പനമുക്ക് പള്ളി അതിൻ്റെ ആരംഭത്തിന് തുടക്കട്ടത് അദ്ദേഹം നിർമ്മലപുരം ഇടവകയിൽ വികാരിയായിരിക്കുന്ന സമയത്താണ്. ഇന്നും അദ്ദേഹം ചുറുചുറുക്കുള്ള വൈദികനാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട യാത്ര കാൽനടയാണ്. കുണ്ടുളം പിതാവ് അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്, അദ്ദേഹത്തിന് ചെരുപ്പ് തേഞ്ഞ് ഇല്ലാണ്ടായി എന്ന് പറഞ്ഞ്. 84 വയസ്സായെങ്കിലും അതിൻ്റെ 44 പ്രായം ഇല്ലാത്ത ചുറുക്കുള്ള മനുഷ്യനാണ് കണ്ണാത്തച്ഛൻ. ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂർ അതിരൂപതയിലെ വൈദിക മന്ദിരത്തിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. കാര്യമായി അസുഖങ്ങളൊന്നുമില്ലാത്ത അച്ഛൻ ഇപ്പോഴും ശുശ്രൂഷ മേഖലയിൽ പ്രവർത്തന നിരതനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വർഷങ്ങൾക്ക് മുൻപ് കണ്ണാത്തച്ഛൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പനമുക്ക് ഇടവക കൂട്ടായ്മ. നാമമാത്രമായ കുറച്ചു വീട്ടുകാർ പിടിയരി പിരിച്ച് ഒരു കുരിശുപള്ളിക്ക് വേണ്ടി അല്പം സ്ഥലം വാങ്ങി ചെങ്കല്ലും ശേഖരിച്ചു വെച്ചു. എന്നിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ അവർക്ക് പറ്റിയില്ല. എന്നാൽ കണ്ണാത്തച്ഛൻ്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾക്ക് തീവ്രഗതിയിൽ തീരുമാനമുണ്ടായി. നിർമ്മലപുരം പള്ളിയുടെ കീഴിൽ അവിടെ ഒരു കുരിശുപള്ളി ഉയർന്നു. നിർമ്മലപുരത്തു നിന്നും കാണിക്കമാതാവിൻ്റെ തിരുസ്വരൂപം ആഘോഷപൂർവമായി കൊണ്ടുവന്ന് കുരിശുപള്ളിയിൽ പ്രതിഷ്ഠിച്ചു. പിന്നീട് വിപുലവും മനോഹരവുമായ ഒരിടവക പള്ളിയായി പനമുക്ക് പുരോഗമിച്ചു. ഇടവകക്കാരുടെ ശ്രമഫലമായി മനോഹരവും സുന്ദരവുമായ ഒരു പള്ളിയാണ് ഇന്ന് അവിടെ കാണാൻ കഴിയുക. ഇതിൻ്റെ എല്ലാം തുടക്കക്കാരനും ഇടവകക്കാരുടെ പിൻബലവും കണ്ണാത്തച്ഛനായിരുന്നു. ഈ വൈദികൻ ഒരു പ്രേഷിതവര്യനാണ്. ഫാദർ ജോർജ് കണ്ണാത്തച്ഛൻ 1963 നിർമ്മലപുരം ഇടവകയിൽ വന്ന്
വികാരിയായിട്ട് ഇരിക്കുന്ന സമയത്ത് പനോക്കുകാരുടെ ആരാധിക്കാൻ ഈ ഒരു സ്ഥലം വേണം, ഒരു പള്ളി വേണം എന്നുള്ളൊരു ശ്രദ്ധയിൽപ്പെടുകയും ബഹുമാനപ്പെട്ട ജോർജ് കണ്ണാത്തച്ഛൻ നിർമ്മലപുരം ഇടവകയുടെ വികാരിയായിട്ട് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ പനമുക്കിൽ വരികയും ഈ പനമുക്കിലുള്ള ക്രൈസ്തവരുമായിട്ട് ആശയവിനിമയം നടത്തിയതിൻ്റെ പേരിൽ ഒരു കപ്പേള സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് ഇവിടുത്തെ ഇടവക ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീ